ഉറച്ച കോട്ട. പാർട്ടിയുടെ ഏറ്റവും ജനപ്രിയനായ നേതാവ്. നേരത്തെയുള്ള പ്രഖ്യാപനം. UDFന് അനുകൂല ഘടകങ്ങൾ ഏറെയാണ്. കഴിഞ്ഞ തവണ അഹമ്മദിന് ലഭിച്ച 1,94,000-ൽ പരം ഭൂരിപക്ഷമാണ് കുഞ്ഞാലിക്കുട്ടിയെ കുഴക്കുന്നത്. ഇതിൽ ഒരു വോട്ട് കുറഞ്ഞാൽ അത് ക്ഷീണമാണ്. അതാണ് പ്രവർത്തകന്മാരുടെ ലക്ഷ്യം. അത് ആവേശം അവർക്ക് കാണാനുമുണ്ട്. ആ ലക്ഷ്യത്തിൽ അവർ എത്തിച്ചുകൊള്ളും. PK കുഞ്ഞാലിക്കുട്ടി എന്ന കരുത്തിനെ നേരിടാൻ CPM ഇറക്കിയത് പുതുമുഖത്തെയാണ്. MB ഫൈസലിന്റെ യുവത്വം മണ്ഡലത്തിൽ ആഞ്ഞു വീശുമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. DYFIയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് കഴിഞ്ഞ 4 വർഷത്തിലേറെ കാലമായി ഈ മലപ്പുറം ജില്ലയിലാകെ എല്ലാ പ്രദേശത്തും ചെല്ലാനും യുവജനങ്ങളുമായും പൊതുസമൂഹവുമായും നിരന്തരമായി സമ്പർക്കമുണ്ടാക്കാനും കഴിഞ്ഞത് വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങാൻ ഞങ്ങൾക്ക് കഴിയുന്നത്. BJPക്കായി ഇറങ്ങുന്നത് അഹമ്മദിനെ നേരിട്ട അതേ ശ്രീപ്രകാശാണ്. കഴിഞ്ഞ തവണ നേടിയ 64,000-ൽ പരം വോട്ട് മറികടക്കലാണ് വെല്ലുവിളി. ഈ പ്രാവശ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൻ്റെ 6 ഇരട്ടി വോട്ടുകൾ BJPയുടെ പെട്ടിയിൽ വരും. ഇപ്രാവശ്യം BJP ഇവിടെ ജയിക്കും. അനുകൂലമായ അന്തരീക്ഷമാണ് BJPക്ക്. 3 സ്ഥാനാർത്ഥികളും പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ തുടങ്ങും. മുഹമ്മദ് നൌഫൽ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.